നമസ്കാരം. മമ്മൂക്കയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്തൊരുക്കിയ ചിത്രമാണ് ടെർബോ. ചിത്രം ഇന്നലെയായിരുന്നു തിയേറ്റർ റിലീസ് ചെയ്തത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ അപ്ഡേറ്റ് ഒക്കെ ഇന്ന് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ സിനിമാ പ്രേമികളും മമ്മൂക്ക ആരാധകരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ആഗോള കളക്ഷൻ അറിയാൻ വേണ്ടി. ആദ്യ ദിവസം തന്നെ ബോക്സ് ഓഫീസിൽ നിന്നും ഇടിവെട്ട് കളക്ഷൻ നേടുമെന്ന് ഉറപ്പായ ചിത്രമായിരുന്നു ടെർബോ എന്ന ചിത്രം. അതൊക്കെ കൃത്യമായി അതിന്റെ മുറക്ക് തന്നെ നടക്കുന്നുണ്ട്. ചിത്രത്തിന്റെ കേരള കളക്ഷൻ പുറത്തു വന്നപ്പോൾ 2024 മലയാള സിനിമകളിൽ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ നേടുന്ന ചിത്രമായി ടെർബോ മാറിയിരുന്നു. ഇന്ന് ഉച്ചയോടെ പുറത്തു വന്ന കളക്ഷൻ അപ്ഡേറ്റ് പ്രകാരം കേരള കളക്ഷൻ മാത്രമായിട്ട് 6,15,00,000 രൂപയാണ് ടെർബോ സ്വന്തമാക്കിയത് ആദ്യ ദിവസം. ഇപ്പോൾ ടെർബോ സിനിമയുടെ ആദ്യ ദിവസത്തെ ആഗോള കളക്ഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന സിനിമാ പ്രേമികളോട് ഇതുവരെ ആ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും 15 കോടിക്ക് മുകളിൽ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ആദ്യ ദിവസം ഉണ്ടെന്നാണ് ഒഫീഷ്യൽ കളക്ഷൻ അപ്ഡേറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ട്രാക്കിംഗ് പേജുകളൊക്കെ പുറത്തുവിടുന്നത്. അങ്ങനെയാണെങ്കിൽ മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ടെർബോ സിനിമ മാറാൻ പോകുകയാണ്. ടെർബോ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ അപ്ഡേറ്റ് പുറത്തു വന്നപ്പോൾ ലാലേട്ടന്റെ മലക്കോട്ടെ വാലിബൻ, പൃഥ്വിരാജ് സുകുമാരന്റെ ആടുജീവിതം, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങളെ മറികടന്നുകൊണ്ടാണ് ടെർബോ ഈ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ 5ാം സ്ഥാനത്തും ഒരു മമ്മൂക്ക ചിത്രമാണ്. ഈ കൊല്ലം പുറത്തിറങ്ങിയ ഭ്രമയുഗമാണ് 5ാം സ്ഥാനത്തുള്ളത്. 3,05,00,000 രൂപയായിരുന്നു ഭ്രമയുഗം അന്ന് നേടിയിരുന്നത് ആദ്യ ദിവസം. ടെർബോയുടെ 2ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും മികച്ച ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് കാണാൻ സാധിക്കുന്നത്. ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഏകദേശം 9,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്ന് 2 റിലീസുകൾ മലയാളത്തിൽ ഉണ്ടായിട്ട് പോലും ടെർബോ സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിന്റെ 2ാം ദിവസം നിങ്ങളുടെ നാട്ടിൽ ടെർബോ സിനിമയുടെ ബുക്കിംഗ് എങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.